ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് ആണ്. ശ്രദ്ധിച്ചാൽ ഒരു മാർക്കാണ്. 2025 ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഡേവിഡ് സാലെയാണ്. കൃതി ഫ്ലഷാണ്. കാനഡയിൽ ജനിച്ച ബ്രിട്ടീഷ് ഹംഗേറിയൻ എഴുത്തുകാരനാണ് ഡേവിഡ് സാലെ. ബുക്കർ നേടുന്ന ആദ്യ ഹംഗേറിയൻ കൂടിയാണ്. പുരസ്കാര തുക 50,000 പൗണ്ടാണ്. ഇപ്പോൾ 2025 ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് സാലെ. നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലഷ്. ഹംഗേറിയൻകാരനാണ് ഡേവിഡ് സാലെ. ആദ്യത്തെ ബുക്കർ പ്രൈസ് നേടുന്ന ഹംഗേറിയനാണ്. സമ്മാനത്തുക 50,000 പൗണ്ട്. അർജൻറ്റീന സ്പെയിൻ ഫൈനലിസിമ ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നത് ഖത്തറിലെ ദോഹയാണ്. അർജൻറ്റീന സ്പെയിൻ ഫൈനലിസിമ ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന നഗരം ദോഹ. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഇന്ത്യൻ ആർമി നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ പിമ്പിളാണ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ഇന്ത്യൻ ആർമി നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പിമ്പിൾ. 2025 കേരള സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, ജില്ലാ ഭരണകൂടം മലപ്പുറം, ഗ്രാമപഞ്ചായത്ത് വേലൂർ, തൃശ്ശൂരും വിളയൂർ, പാലക്കാടുമാണ്. വേലൂർ തൃശ്ശൂരിലെ പഞ്ചായത്തും വിളയൂർ പാലക്കാടിലെ പഞ്ചായത്തുമാണ്. 2025 നവംബറിൽ ഇന്തോനേഷ്യയുടെ ദേശീയ നായകൻ നാഷണൽ ഹീറോ പദവി നൽകപ്പെട്ട വ്യക്തി സുഹാർത്തോയാണ്. 2025 നവംബറിൽ ഇന്തോനേഷ്യയുടെ ദേശീയ നായകൻ പദവി നൽകപ്പെട്ട വ്യക്തി സുഹാർത്തോ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുത്തുകാരനായ വൈശാഖനാണ്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്, പേരോർത്തിരിക്കുക, വൈശാഖൻ. അർബൻ സഹകരണ ബാങ്കുകളിൽ ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പുകൾ ഏതെന്ന് ചോദിച്ചാൽ സഹകാർ ഡിജിപേയും സഹകാർ ഡിജി ലോണുമാണ്. അപ്പോൾ ആപ്പുകൾ സഹകാർ ഡിജിപേ ആൻഡ് സഹകാർ ഡിജി ലോൺ. 2025 നവംബറിൽ ഡെയ്റ്റൺ ലിറ്ററസി പീസ് പ്രൈസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് സൽമാൻ റുഷ്ദിയാണ്. 2025 നവംബറിൽ ഡെയ്റ്റൺ ലിറ്ററസി പീസ് പ്രൈസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് സൽമാൻ റുഷ്ദി, എഴുത്തുകാരനായ സൽമാൻ റുഷ്ദിയാണ്. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ സംസ്ഥാന ഗീതമായ ജയ ജയ ഹേ തെലങ്കാന രചിച്ച കവി ആന്ദേശ്രീയാണ്. അടുത്തിടെ അന്തരിച്ച തെലങ്കാനയുടെ സംസ്ഥാന ഗീതമായ ജയ ജയ ഹേ തെലങ്കാന രചിച്ച കവി ആന്ദേശ്രീയാണ്. ഓർത്തിരിക്കുക, ആന്ദേശ്രീ. അങ്കോള, ബോട്സ്വാന എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ദ്രൗപദി മുർമുവാണ്. അങ്കോള, ബോട്സ്വാന എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച മാലദ്വീപിലെ വിമാനത്താവളമാണ് ഹനിമാന്തു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ മാലദ്വീപിൽ നിർമ്മിച്ച വിമാനത്താവളം ഹനിമാന്തു ഇൻ്റർനാഷണൽ എയർപോർട്ട്. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്